തിരുവനന്തപുരം കാട്ടാക്കട CPMന്റെ പാർട്ടി ഓഫീസിൽ ആക്രമണം. ഇന്നലെ രാത്രി 9:30 ഇരുചക്ര വാഹനങ്ങളിലെത്തിയ 20ഓളം പേരാണ് പാർട്ടി ഓഫീസിൽ ആക്രമണം നടത്തിയത്. 7 പേരെ കസ്റ്റഡിയിലെടുത്തു. അക്രമികൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്ന് സൂചന. ആസൂത്രിതമായ ആക്രമണമായിരുന്നു. മുൻപുണ്ടായിരുന്ന ചില സംഘർഷങ്ങളെയൊക്കെ അവർ മനസ്സിൽ കണ്ടുകൊണ്ട് ഇവിടെ വന്ന് ഒരു ചാക്ക് കല്ലുമായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ വടിവാള് ഇതെല്ലാം ഉപയോഗിച്ച് ഇവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് അവർ ഇവിടെ നിന്ന് പോയത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇന്നലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നടപടി 4 പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വീണ്ടും കൂടുതൽ പ്രതികളുണ്ട്. ആ പ്രതികളെ കൂടെ അറസ്റ്റ് ചെയ്യണം. ശക്തമായ CPMന്റെ പ്രതിഷേധം ഇവിടെ അറിയിക്കുകയാണ്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, രാഷ്ട്രീയ വൈരാഗ്യം മൂലമുള്ള അക്രമമല്ല, ഗുണ്ടാസംഘം എന്നാണോ വിചാരിക്കുന്നത്? മാധു, കഴിഞ്ഞ ദിവസം കിള്ളിയിൽ വെച്ച് നടന്ന ഒരു തർക്കത്തിന്റെ ബാക്കിയായിരുന്നു ഈ ആക്രമണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട 7 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. SDPI പ്രവർത്തകരായ ഹാജ, നിഷാദ്, മുനീർ, അല്ലമീൻ എന്ന പേരുള്ള 2 പേർ ആണ് ഇപ്പോൾ SDPI പ്രവർത്തകർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. DYFI പ്രവർത്തകരായ അമൽ, അഖിൽ എന്നിവരും അറസ്റ്റിലായിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള പ്രശ്നമാണ് ഇത്തരത്തിൽ പാർട്ടി ഓഫീസ് കയറി ആക്രമിക്കുന്ന തരത്തിലേക്ക്, അടിച്ചു തകർക്കുന്ന തരത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. 20 പേർ ഈ ആക്രമണത്തിൽ ഉണ്ടായിരുന്നു, ഓഫീസ് അടിച്ചു തകർക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു എന്നുള്ളതാണ് CPMന്റെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഏതായാലും കൂടുതൽ പേരെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഒരു സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു സുരക്ഷ പോലീസ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് മന്ത്രി V. ശിവൻകുട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചിരുന്നു. ഈ അറസ്റ്റിലായവര് CPM പ്രവർത്തകരുമുണ്ട്. അതെങ്ങനെയാണ് SDPയുടെ പ്രവർത്തകരും CPMന്റെ പ്രവർത്തകരും ഒരുമിച്ച് അറസ്റ്റിലാകുന്നത് ഈ സംഭവത്തിൽ? മാധു, അവരെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവരെല്ലാം തന്നെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള സംഘർഷമാണ്. അതായത് ഈ SDPI പ്രവർത്തകർ DYFI പ്രവർത്തകരെ ആക്രമിച്ചു. അതോടൊപ്പം തന്നെ DYFI പ്രവർത്തകർ തിരിച്ചും ആക്രമിച്ചു. മുൻപ് കിള്ളിയിൽ വെച്ച് നടന്നൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ പാർട്ടി ഓഫീസിലേക്ക് ഇവർ വരികയും ആക്രമണം നടത്തുകയും ഉണ്ടായിരുന്നവരാണോ CPM പ്രവർത്തകർ? അതായത് ഇവർ ആക്രമിക്കാൻ എത്തി, അവിടെ വെച്ച് സംഘർഷമുണ്ടാകുന്നു, ആ സംഘർഷത്തിൽ ഉൾപ്പെട്ടവർ കൂടി അറസ്റ്റിലായി എന്നാണോ? അതെ, ഈ ഘട്ടത്തിൽ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഈ പാർട്ടി ഓഫീസിനകത്തും DYFIയുടെയും CPMന്റെയും പ്രവർത്തകരുണ്ടായിരുന്നു. അവർ കുറച്ച് പ്രവർത്തകർ മാത്രമേ ആ സമയത്ത് രാത്രി 9:30 മണിയായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 20ഓളം പ്രവർത്തകർ ഒരു സംഘമായി വാഹനത്തിൽ വന്ന് CPM ഓഫീസിന് നേരെ കല്ലെറിയുകയും കസേരയൊക്കെ അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ 2 വിഭാഗങ്ങളും പോലീസിനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അവരുമായി പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇത്രയും പേരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരുന്നത്. കൂടുതൽ പ്രവർത്തകരെ ഏതായാലും കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യാനുമുള്ള സാധ്യതയാണ് ഉള്ളത്. മന്ത്രി V. ശിവൻകുട്ടിയും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാവരും ഉണ്ടല്ലോ, എന്താണ് പ്രതികരണം? ഏതായാലും ഇപ്പോൾ ഈ രാവിലെ ഏരിയ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചെങ്കിലും മന്ത്രി V. ശിവൻകുട്ടി കൂടുതൽ പ്രതികരണത്തിനൊന്നും തന്നെ തയ്യാറായിട്ടില്ല. ഏതായാലും ഈ പ്രാദേശികമായുള്ള ചില പ്രശ്നങ്ങളാണ് ഈ ഓഫീസ് അടിച്ചു തകർക്കുന്നതിന് അല്ലെങ്കിൽ ഓഫീസിൽ കയറി ആക്രമണം അഴിച്ചുവിടുന്നതിന് കാരണമായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഗുണ്ടാ സംഘങ്ങളാണ്, SDPയുടെ ഗുണ്ടാ സംഘങ്ങളാണ് ഇത്തരത്തിൽ ഓഫീസ് അടിച്ച് തകർത്ത നിലയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അവിടെ പ്രാദേശിക നേതാക്കൾ, ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം വിശദമായതായാലും ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ്.